ഉണ്ടാവുന്നത് കാണുന്നത്. ഇതാണ് നോക്കുക. മതിലറിയാം. കലാമണ്ഡലം, നിതിൻ കൃഷ്ണ എന്നിവരാണ്. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ സംഗീത സംസ്കാരത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ അനവധി ഭാവങ്ങളെ കൊണ്ട് സമ്പന്നമായ സംഗീത ശാഖയാണ് കഥകളി സംഗീതം. 20-ാം നൂറ്റാണ്ടിന് മുൻപ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് തൊട്ട് സോപാനത്തിങ്കിൽ പാടിയിരുന്ന സംഗീത സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിലനിന്നു പോന്ന കഥകളി സംഗീതം ആധുനികവൽക്കരിക്കപ്പെട്ടത് 20-ാം നൂറ്റാണ്ടിലാണ്. കർണാടക സംഗീതത്തിൻ്റെ രാഗതാള വൈവിധ്യങ്ങളെ ഭാവാസ്പദമായി സംസ്കരിച്ചുകൊണ്ടുള്ള ഒരു അഭിനയ സംഗീത സംസ്കാരമാണ് കഥകളി സംഗീതം. കഥകളി സംഗീതത്തിൽ നിരവധി ആട്ടക്കഥകൾ, പ്രചാരമായ ആട്ടക്കഥകളിലെ പദങ്ങളുണ്ട്. പ്രശസ്തങ്ങളായ പദങ്ങളുണ്ട്, അപ്രശസ്തങ്ങളായ പദങ്ങളുമുണ്ട്. ഇന്ന് ഇവിടെ കലാമണ്ഡലത്തിലെ അധ്യാപകനും കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും കേരളത്തിലും പുറമേയും വ്യാപകമായ അംഗീകാരം നേടിയിട്ടുള്ള കലാകാരനുമായ ശ്രീ കലാമണ്ഡലം വിനോദാണ് കഥകളിയിലെ ഏതാനും പദങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇടയ്ക്ക് വായിക്കുന്നത് സ്വതേ കഥകളിപ്പദ കച്ചേരിക്ക് കഥകളിപ്പദങ്ങൾ പാടുമ്പോൾ അതിന് അകമ്പടി ചെണ്ടയും മദ്ദളവുമാണ്. ഇടയ്ക്കയും പതിവുണ്ട്. ഇന്ന് പക്ഷേ നമ്മൾ മറ്റു പല പരിമിതികൾ കാരണം ഇടയ്ക്ക് മാത്രമാണ് അകമ്പടിയായി ഇതിന് നിൽക്കുക. കഥകളി സംഗീതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അനുഭവം ഗായകൻ്റെ ഗമകപ്രയോഗങ്ങളിലൂടെയാണ് വരുന്നത്. ഈ ഗമകപ്രയോഗങ്ങളുടെ ഒരു ആവിഷ്കാരം കൂടി ഇടയ്ക്കയിൽ നമുക്ക് കാണാനാവും. അപ്പോൾ രണ്ട് ഗമകങ്ങളുടെ ഒരു സംഗമസ്ഥാനമായി ഈ ഇന്നത്തെ കഥകളിപ്പദ കച്ചേരി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമയത്തിൻ്റെ പരിമിതി മൂലം നേരിട്ട് ഈ കഥകളിപ്പദങ്ങളുടെ ആലാപനത്തിലേക്ക് ശ്രീ കലാമണ്ഡലം വിനോദ് പ്രവേശിക്കുകയാണ്. ആദ്യം കഥകളി തുടങ്ങുമ്പോൾ പാടാറുള്ള കോട്ടയത്തമ്പുരാൻ്റെ വന്ദന ശ്ലോകം മാതങ്കാനനം അബ്ജവാസരമണി എന്ന വന്ദന ശ്ലോകമുണ്ട്. സരസ്വതിയെയും മഹർഷിമാരെയും ഒക്കെ വന്ദിച്ചുകൊണ്ട് ഗോവിന്ദമാദ്യം ഗുരു. ഇവിടെ ഗോവിന്ദം എന്നുള്ളതിനൊരു ശ്രേയസ്സമുണ്ട്. ഇത് ഗോവിന്ദൻ സാക്ഷാൽ വിഷ്ണുവുമാവാം. കോട്ടയത്തമ്പുരാൻ്റെ ഗുരുനാഥനായിരുന്ന മായാവരം ഗോവിന്ദ ദീക്ഷിതരുമാണ്. ഈ ശ്ലോകമാണ് എവിടെ കഥകളി ഉണ്ടെങ്കിലും തുടക്കത്തിൽ പുറപ്പാടിന് മുമ്പ് പാടുക, അതിനുശേഷം പുറപ്പാട്, മേളപ്പദം, പിന്നെ കഥകളി. തോടയം പണ്ട് പതിവുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ പതിവില്ല. ഈ വന്ദന ശ്ലോകവും അതിനെ തുടർന്ന് കോട്ടയത്തമ്പുരാൻ്റെ കിർമീരവധം കഥയിലെ സുദർശന ചക്രത്തിൻ്റെ ഒരു പദം മാധവ ജയ ശൗരേ എന്ന ശ്രീകൃഷ്ണനോടുള്ള ഒരു പദം വളരെ മനോഹരമായ സാഹിത്യ സൗന്ദര്യം നിറഞ്ഞ ഒരു പദമാണ്. അതിൻ്റെ ഇരട്ടിപ്പുകൾക്കൊക്കെ അസാധ്യമായ സൗന്ദര്യമുണ്ട്. സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഭാവദീപ്തി സംഗമിക്കുന്നതാണ് ഈ പദം. തുടർന്ന് നളചരിതം ആട്ടക്കഥയിലേക്ക് ശ്രീ വിനോദ് പ്രവേശിക്കും. വന്ദന ശ്ലോകത്തോടുകൂടി
ഇതിവിടെ ആരംഭിക്കുന്നു. ജവാസരമണി ഗോവിന്ദമാദ്യം ആദ്യം ഗുരു ദാസം പാണിനി ഗർഗനാരദ കണാദാദ്യ മുനീന്ദ്ര ദുർഗാ മൃദംഗശൈല നിലയ ശ്രീ പോർക്കലി ഭക്ത്യാ നിത്യമുപാസ്മകേ സപദിന കുർവന്തു മേ മംഗളം. താവദ്വൈകുണ്ഠവാമേതര കരപരിഘ പ്രൗഢഭൂഷായമാണം ദൃപ്യദൈത്യേന്ദ്ര കണ്ഠക്ഷരദശ്രുകനുലിപ്ത പീംഗീകൃതാശം കൽപാന്ത മൽപദീപ്തി പ്രചുരവരിണമൽ കോടി സൂര്യപ്രകാശം ചക്രാഖ്യാം ധാമ ചക്രായുധ സവിതമുപേദ്യ തുഷ്ടാവശൗരിം മാധവ ജയ സൗരേ മാധവ ജയ സൗരേ മഹാത്മാ ജയ സൗരേ മഹാത്മാ ജയ സൗരേ മഹാത്മാ ജയ സൗരേ
അടുത്തത് ഉണ്ണായിവാരുടെ നളചരിതം ആട്ടകഥയിൽ ഇതിൽ വളരെ പ്രശസ്തമായ ഒരു പദമാണ് വിജനേബത എന്ന നളൻ്റെ ബാഹുകൻ്റെ ഒരു പദം. ഋതുപർണ രാജധാനിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ തേരാളിയായി ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ശാന്തേ എന്നാണ് ഉണ്ണായിവാര് പറയുന്നത്. ആ സമയത്ത് ബാഹുകൻ ദമയന്തിയെക്കുറിച്ച് ഓർക്കുന്നു. താൻ വനത്തിൽ ഉപേക്ഷിച്ചു പോന്ന ദമയന്തി എവിടെയാണ്, എന്താണ് എന്ന തൻ്റെ പ്രാണപ്രേയസിയെക്കുറിച്ചുള്ള ചിന്തയിൽ ബാഹുകൻ മുഴുകുന്നു. അതിനുശേഷം ആ പദത്തിന് ശേഷം ജീവലൻ വാർഷ്ണേയൻ എന്ന 2 തേരാളികൾ, ഋതുപർണ മഹാരാജാവിൻ്റെ തേരാളികളാണ്. അവർ ബാഹുവിൻ്റെ സമീപം ഉറങ്ങുന്നുണ്ട്. അതിൽ ജീവലൻ എഴുന്നേറ്റ് ഈ ബാഹുകൻ്റെ ഈ ആത്മകഥം അനുഭവിച്ച അത് കണ്ട ജീവലൻ അവിടെ നിന്ന് എണീറ്റ് ചോദിക്കുകയാണ്, അവൾ ഏതൊരു കാമിനി ഹേ ബാഹുക എന്ന്. അതിന് മറുപടിയായി ബാഹുകൻ പറയുകയാണ്, സ്വൈരവചനം സുഹൃതരചനം. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ബാഹുകൻ ജീവലിനോട് പറയുന്ന ഈ 2 പദങ്ങൾ, ഇത് ആദ്യത്തേത് വളരെ ചെറിയൊരു പദമാണ് ജീവലൻ്റെ, അതിനുശേഷം ബാഹുകൻ്റെ മറുപടി, ഈ 2 പദങ്ങളാണ് ശ്രീ വിനോദ് ഇവിടെ ആലപിക്കുന്നത്. ജീവലോ ചിന്തയാദമിതി ചേതസി കാന്തം തദ്യോഗ വിദുരൗ നിശതേന്ദ്രം ജീവലോ രഹസി ജാതു സകാസോ ജീവലോക സുഖദം തമമാ അവളേ ദൊരു കാമിനി അവളേ ദൊരു കാമിനി ഹേ ബാഹുക അവളേ ദൊരു കാമിനി ഹേ ബാഹുക തവയാധൃതി ശമനി ഹേ ബാഹുക
സുകൃതരചനം സ്വൈരവചനം സുകൃതരചനം പണ്ഡിതം ജീവൻ പണ്ഡിതം ജീവൻ ആനന്ദീയേണ്ട കേളൊരു മാനവൻ ആനന്ദീയേണ്ട കേളൊരു മാനവൻ ആരാനോടും പറഞ്ഞു തന്യസനം ആരാനോടും പറഞ്ഞു തന്യസനം കേൾക്കിലുണ്ടേ കൗതൂഹലം കേൾക്കിലുണ്ടേ കൗതൂഹലം പാകിലവൻ സാധുശീല പാകിലവൻ സാധുശീല മൈക്കണ്ണാളുമ കേവലവും മൈക്കണ്ണാളുമ കേവലവും വിളയാടിന കാലവും വിളയാടിന കാലവും ഉണ്ടായി വന്നിതൊരു മൂലവും ഉണ്ടായി വന്നിതൊരു മൂലവും കണ്ടരേ മൃഗശീലവും കണ്ടരേ മൃഗശീലവും കണ്ടുവാനും ഫലമൂലവും കണ്ടുവാനും ഫലമൂലം കണ്ടവരാൽ വിധി ദുശീലം കണ്ടവരാൽ വിധി ദുശീലം കണ്ടവരാൽ വിധി ദുശീലം ഇനി വളരെ ഉത്സാഹത്തോടു കൂടിയ ഒരു പദമാണ് ഇത്. വനത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ദമയന്തിയുടെ വസ്ത്രം ഒരു കഷ്ണം കീറി ധരിച്ച് ഋതുവർണ്ണ രാജധാനിയിലെത്തുന്ന ബാഹുകൻ എത്തുന്ന സമയത്ത് ഋതുവർണ്ണ മഹാരാജാവ് ബാഹുകനോട് പറയുകയാണ്, അവിടെ ഒരു എന്തെങ്കിലും തൊഴിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ്, എന്തെങ്കിലും ജോലി വേണമെന്ന് പറഞ്ഞിട്ടാണ്, തേരാളിയായിട്ട് എനിക്ക് നിൽക്കാനാവുമെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അവിടെ എത്തുന്നത്. ബാഹുകൻ എത്തുന്നത്. ഋതുപർണൻ വളരെ സന്തോഷത്തോടു കൂടി ബാഹുരോട് പറയുന്നു, ഇവിടെ തേരാളിയായിട്ട് നിൽക്കാം, എൻ്റെ കുതിരകളെ വളരെ ഗംഭീരമായി ഓടിക്കാൻ ശേഷിയുള്ള ഒരാളെയാണ് എനിക്കിവിടെ ആവശ്യം, അതുകൊണ്ട് ഇവിടെ താമസിക്കാം, ഇവിടെ പാചകം ചെയ്യാം, ഇതിനെല്ലാറ്റിലുമുള്ളൊരു സൗകര്യമുണ്ട്, ഇവിടെ സുഖമായി താമസിക്കാമെന്ന് പറയുന്ന വസവസസൂത എന്ന ഒരു പദം, വളരെ ചടുലമായ ഒരു പദമാണ്. കാപ്പിരാഗത്തിലുള്ളൊരു പദം, ചെമ്പട താളത്തിൽ, 8 അക്ഷരകാലം, ആദി. വസവസസൂത. വസവസസൂത മമ നിലയേ സുഖം വസവസസൂത മമ നിലയേ സുഖം വസവസസൂത നിലയേ സുഖം സാധുപതേ
കുതിരകളും നീതാൻ പരിപാലിക്കണം രഥവും കുതിരകളും നീതാൻ പരിപാലിക്കണം രസികൻ ഞാനെന്നതും നീ ഓർമ്മിക്കണം രസികൻ ഞാനെന്നതും നീ ഓർമ്മിക്കണം ഋതവും മധുഗുണവും ചിരവും നിനക്കധീനവും ഋതവും മധുഗുണവും ചിരവും നിനക്കധീനം ഭജിക്കണം ഭൂസുരരെ പൂജിപ്പിക്കണം ഭജിക്കണം ഭൂസുരരെ പൂജിപ്പിക്കണം എന്നെ രക്ഷിക്ക എന്നെ രക്ഷിക്ക എന്നു ചൊന്നാലുപേക്ഷിക്കുന്ന എന്നെ രക്ഷിക്ക എന്നു ചൊന്നാലുപേക്ഷിക്കുന്ന എന്നുടെ കുലത്തിലുണ്ടോ എന്നുടെ കുലത്തിലുണ്ടോ ഇവനു പേർ ജീവനം ഇവനു പേർ വാസന ഇവനു പേർ ജീവനം ഇവനു പേർ വാസനം ഇവരിരുവരും മമ സാരഥികൾ ഇവരിരുവരും മമ സാരഥികൾ ഇവരുടെ ഗൃഹം തന്നെ നിനക്കു ഗൃഹമറിക ഇവരുടെ ഗൃഹം തന്നെ നിനക്കു ഗൃഹമറിക ഇവർ നല്ല സൗജന്യവാരികൾ ഇവർ നല്ല സൗജന്യവാരികൾ പകലോ മകാനസത്തിൽ പാകവിരാത്രമല്ലോ പകലോ മകാനസത്തിൽ പാകവിരാത്രമല്ലോ നിശിപ്പോ നിലയനെ നിശിപ്പോ നിലയനെ ദ്രുതതരഗതി മമ കുതിരകൾ തേനൂപര ദ്രുതതരഗതി മമ കുതിരകൾ തേനൂപര അതിനിരുവർക്കുമില്ല ചതുരതയോ അതിനിരുവർക്കുമില്ല ചതുരതയോ പ്രതിരതരാമരികൾ ചതുരതയായ വരികൾ പ്രതിരതരാമരികൾ ചതുരതയായ വരികൾ വിദുരതയേറും അരുകേ വിദുരതയേറും അരുകേ ഉണ്ണായിവാരുടെ നളയരത്തിൽ നിന്നുള്ള അവസാനത്തെ ചെറിയൊരു പദം നളനെ കാർക്കോടകൻ ദംശിച്ചതിന് ശേഷം കാർക്കോടകൻ നളന്റെ അതുവരെയുള്ള കഥകളൊക്കെ നളനോട് തന്നെ, അപ്പോൾ ബാഹുകനായി തീർന്ന നളനോട് തന്നെ പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഈ സർപ്പം ഇത് വളരെ ദിവ്യത്വം നിറഞ്ഞ ഒരു സർപ്പമാണല്ലോ, എൻ്റെ കഥകളെല്ലാം നീ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ബാഹുകൻ കാർക്കോടകനോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വളരെ ഔത്സുക്യത്തോടെ ആകാംക്ഷയോടെ ബാഹുകൻ കാർക്കോടകനോട് ചോദിക്കുകയാണ്, അങ്ങാരാണ്, അങ്ങ് എൻ്റെ കഥകളെയൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഇതിൻ്റെ രാഗങ്ങളെ പറ്റിയും താളങ്ങളെ പറ്റിയും ഒന്നും ഞാനിവിടെ പറഞ്ഞില്ല. അത് വലിയൊരു വിഷയമാണ്, വലിയൊരു പ്രപഞ്ചമാണ്. അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സമയമില്ല.
ഈ പദം, ചെറിയ പദം സാവേരി എന്ന രാഗത്തിലാണ്, ത്രിപിട എന്ന താളത്തിലാണ്. താളത്തെപ്പറ്റിയും പറഞ്ഞില്ല. താളങ്ങളും അനവധി തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു കലാരൂപമാണ് കഥകളി. ഇനി നമുക്ക് ഈ പദത്തിലേക്ക് പ്രവേശിക്കാം. എന്നുടെ കഥകളെ എങ്ങനെ അറിഞ്ഞു നീ? എന്നോട് കഥകളെ എങ്ങനെ നീ അറിഞ്ഞു? നമ്മുടെ ആട്ടകഥാകാരന്മാരിൽ പ്രഥമ ഗണനീയനായ ഒരു ആട്ടകഥാകൃത്താണ് ഇരയിമ്മൻ തമ്പി. തമ്പിയുടെ 3 കഥകളാണ് വളരെ പ്രശസ്തമായിട്ടുള്ളത്. കീചകവധം, ദക്ഷയാഗം, ഉത്തരാസയമരം. ഇതിൽ ഉത്തരാസയമരം എന്ന കഥയിൽ അതിൽ വീരവിരാട കുമാര വിഭു എന്നൊരു കുമ്മി എന്നതൊരു സവിശേഷമായ സങ്കേതമാണ്. സ്ത്രീകളാണ് ഇത് സാധാരണയായി കളിക്കുന്നത്. അതിന് യോജിച്ചൊരു പാട്ടാണ് വീരവിരാട കുമാര വിഭോ എന്നുള്ളത്. ഇത് വളരെ പ്രചാരമുള്ള, വളരെയധികം ജനകീയവൽക്കരിക്കപ്പെട്ട, നമ്മുടെ ചലച്ചിത്രങ്ങളിൽ പോലും പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ്. ഹുസൈനി രാഗത്തിലാണ്, രൂപക താളമാണ്, പഞ്ചാരി എന്ന് കേരളത്തിൽ പറയും. വീരവിരാട കുമാര വിഭോ. ഉത്തരനും പത്നിമാരുമാണ് ഇതിൻ്റെ രംഗം, ഇതിൻ്റെ ദൃശ്യത്തിലുള്ളത്. വിരാട കുമാര വിഭോ, വിരാട കുമാര വിഭോ, ചരുതര ഗുണസാഗരമോ, ചരുതര ഗുണസാഗരമോ, മരലവണ്യം തൂർത്തിന്ദക മരലവണ്യ, നാരി മനോഹര
വണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി താങ്ക് യു. ഒരുപക്ഷെ കഥകളി സാഹിത്യത്തിൽ മാത്രമായി ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് ദണ്ഡകം എന്നത്. പല പല കഥാസന്ദർഭങ്ങൾ കടന്നു പോകുന്നതിന് മുഴുവൻ അരങ്ങിൽ അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അതൊക്കെ ശ്ലോകങ്ങളിലും ചെറിയ പദങ്ങളിലുമായി സംക്ഷേപിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ദണ്ഡകം എന്ന് പറയുക. പ്രശസ്ത നാടകകാരനായിരുന്ന കാവാലം നാരായണപ്പണിക്കരൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ ചില അവസരങ്ങളിൽ ഈ ദണ്ഡകം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വാക്യങ്ങളായുള്ള പറച്ചിലുകളുമുണ്ട്, ചെറിയ പാട്ടിൻ്റെ രീതിയുമുണ്ട്, ചെറിയൊരു പദത്തിൻ്റെ സ്വഭാവവുമുണ്ട്. ഇതെല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഒന്നാണ് ദണ്ഡകം. കഥകളി സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദണ്ഡകം ഇരേമൻ തമ്പിയുടെ കീചകവധം എന്ന കഥയിലെ ക്ഷോണീന്ദ്രപത്നിയുടെ എന്ന തുടങ്ങുന്ന ദണ്ഡകമാണ്. കീചകന്റെ സഹോദരിയായ സുദേഷ്ണ കീചകന്റെ സവിധത്തിൽ പോയി മദ്യവും ചോറും കൊടുക്കണം എന്ന് സൈരന്ധ്രിയോട് ആജ്ഞാപിക്കുന്നത് കേട്ട് ഭയചകിതയായിത്തീരുന്ന സൈരന്ധ്രി കീചകന്റെ സമീപം പോകുന്നതിന് മുമ്പുള്ള അവരുടെ വിചാരധാരയാണ് ഈ ദണ്ഡകം. അത് സിംഹത്തിൻ്റെ മുൻപിൽ മാൻ നിന്ന് വിറയ്ക്കുന്നത് പോലെ സൈരന്ധ്രി വിറച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ സാഹിത്യം സുസ്പഷ്ടമാകത്തക്ക വിധം സംഗീതത്തിൽ സാഹിത്യം ലയിച്ചു പോകാതിരിക്കത്തക്കവണ്ണം സുവ്യക്തമായി വളരെ വ്യവച്ഛേദിച്ച് ഈ ദണ്ഡകത്തിൽ പരാമർശമാവുന്നുണ്ട്. നമുക്ക് ഇരേമൻ തമ്പിയുടെ പ്രശസ്തമായ ഈ ദണ്ഡകവും അതിനെ തുടർന്ന് സൈരന്ധ്രി കീചകന്റെ സമീപം ചെല്ലുമ്പോൾ കീചകൻ ശൃംഗാര ചാതുര്യത്തോടുകൂടി സൈരന്ധ്രിയെ സംബോധന ചെയ്യുന്നതും ആ പദത്തിൻ്റെ എല്ലാമില്ല, അതിലെ പല്ലവി അനുപല്ലവി ഒരു ചരണത്തിൻ്റെ ഒരു കഷ്ണവും നമുക്ക് കേൾക്കാം. അത് ഹരിണാക്ഷി ജന മൗലിമൊനെ എന്ന വളരെ പ്രസിദ്ധമായ ഗാനമാണ്. അതിൻ്റെ ശ്ലോകവുമുണ്ട്. ദണ്ഡകത്തിന് പലപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഗം കൽപ്പിക്കാറില്ല, എന്നാലും പുറനീരാണ് സാമാന്യ നിലയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നീട് വരുന്ന ഹരിണാക്ഷി എന്ന പദത്തിന് കാംബോജി എന്ന രാഗം. ദണ്ഡകം ആരംഭിക്കുന്നു. ഇന്ദ്രപത്നിയുടെ വാണിയെ നിശമ്യ പുന വിലോചന നടുങ്ങി മീഴീന കലങ്ങി വിവശതയിൽ മുങ്ങി പലതടവും അതിമുപ്പുന അവളൊടു പറഞ്ഞളവോ പരിശമൊഴി കേട്ടുടൻ അടങ്ങി ദാസ്യവും സമസ്ത ജനദാസ്യവും നിനച്ചു നിജമാസ്യവും നമിച്ചു പുനരേഷ വിജീത സുരഘോഷ വിഗത പരിദോഷ സമസലീല ബഹുലതര നയന ജലമതിരുടനെ മുഴുകിബത മലിനതര വേഷ നട
നടന്നു പതുക്കിമവി നിന്നു ഹരിണി കുമരസഹിത തരികിരിക പോന്നു ഹരിണിയുടെ വിവശത കലർന്നു നിശ്വസ്യതേ കമത വിശ്വസ്യനാദമപി വിശ്വസ്യ ചേതസി സുജാത ധൃതിരഹിത ചേതാ ധൃതപുളകജാത സൂതസുതനുടെ മണിനികേതമതിൽ അവൾ ചെന്നു ഭീതി പരിതാപ പരിഭൂത ആറരയ്ക്ക് നിർത്തണ്ടേ? 6:35 വരെ ഉണ്ട്. അപ്പോൾ കീചകത്തിലെ ഈ പദവും കൂടി ആവാം. ഹരിണാക്ഷി എന്ന ശ്ലോകം വേണ്ട, പദം മാത്രം മതി. ഹരിണാക്ഷി എന്ന കീചകൻ്റെ വളരെ ശൃംഗാര നിർഭരമായ ഒരു പദം സൈരന്ധ്രിയോടുള്ളത്. സൈരന്ധ്രി വളരെ പരിഭ്രമിച്ച് പരിഭ്രാന്തയായി കീചകൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ കീചകൻ സൈരന്ധ്രിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ് വളരെ പ്രശസ്തമായ ഒരു പദമാണ് ഹരിണാക്ഷി ജനമൗലിമണി എന്നരികിൽ വരിക മാലിനി എന്നുള്ളത്. നിന്റെ കരചരണങ്ങളെ പരിപാലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കീചകൻ അപേക്ഷാരൂപത്തിൽ തൻ്റെ പ്രണയം, തൻ്റെ തീക്ഷ്ണമായ കാമം സൈരന്ധ്രിയെ അറിയിക്കുന്നത്. ഇത് വളരെ പ്രശസ്തമായ കഥകളിയിലെ ഒരു പദമാണ്. അതിൻ്റെ ശ്ലോകം നമ്മൾ സമയക്കുറവുകൊണ്ട് ഉപേക്ഷിക്കുന്നു, പദത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു. ഹരിണാക്ഷി ഏകന മൗലിമണി ഹരിണാക്ഷി ഏകന
മാലിനി നീ മമ സദമേ മാലിനി ധന്യ മാലിനി ധന്യ താങ്ക് യു. നമ്മൾ ഇതുവരെ കേട്ട കഥകളി പദങ്ങളൊക്കെ 17-ാം നൂറ്റാണ്ട് മുതൽ എഴുതി തുടങ്ങിയവയാണ്. 20-ാം നൂറ്റാണ്ടിൽ പലരും ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ട്. നമ്മുടെ വരിഷ്ഠ കവികളൊക്കെ ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ആട്ടക്കഥകളൊന്നും അരങ്ങിൽ പ്രചാരം നേടിയില്ല. എൻ വി കൃഷ്ണവാര്യരുടെ പ്രശസ്തമായ ആട്ടക്കഥയുണ്ട്, ശ്രീബുദ്ധചരിതം എന്ന ആട്ടകഥ അദ്ദേഹം എഴുതി. അത് അരങ്ങിൽ അവതരിപ്പിച്ചു, അധികം പോയില്ല. വളപ്പമണ്ണയുടെ അമ്പ എന്ന ആട്ടകഥ അരങ്ങിലെത്തിയിട്ടുണ്ട്. OMC നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ സ്നാപകചരിതം എന്ന ആട്ടകഥ അരങ്ങിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ അനവധി ആളുകൾ ആട്ടകഥകൾ രചിച്ചിട്ടുണ്ടെങ്കിലും എന്തോ കാരണവശാൽ, പല കാരണങ്ങളാൽ ഇത് അരങ്ങിൽ പ്രചാരം നേടിയില്ല. അതിനൊരു അപവാദമായി നിലനിൽക്കുന്നത് പ്രശസ്ത ബാലകഥാകാരനായിരുന്ന മാലി ഡി മാധവൻ നായർ രചിച്ച കർണശപഥം എന്ന ആട്ടക്കഥയാണ്. ഈ ആട്ടക്കഥ ഉണ്ണായിവാരുടെയും കോട്ടയത്തമ്പുരാൻ്റെയും കൊട്ടാരക്കര തമ്പുരാൻ്റെയും ഇരേമൻ തമ്പിയുടെയും മണ്ഡപപ്പള്ളി ഇട്ടയാഴ്ച മേനോൻ്റെയൊക്കെ ആട്ടക്കഥകൾക്കൊപ്പം അരങ്ങിൽ കളിച്ചു വരുന്നതാണ്. ഇത് വളരെയധികം ഹൃദയസ്പർശിയായ ഒരു രംഗത്തിൻ്റെ ആവിഷ്കാരമാണ്. കർണനും കുന്തിയും കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അത് സമാഗതമായിരിക്കുന്ന സമയത്ത് കുന്തി കർണൻ്റെ സമീപത്തേക്ക് കടന്നു വരുന്ന ഒരു രംഗം. ആ രംഗത്തിൻ്റെ അതിശക്തമായ ഒരു വികാരാവിഷ്കാരമാണ് ഈ ആട്ടകഥയിൽ മാലി സാധിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രീ വിനോദ് ഈ കഥകളിപ്പദ കച്ചേരി അവസാനിക്കുമ്പോൾ പാടുന്നത് ഈ ആട്ടകഥയിലെ സിനിമയിലൊക്കെ പല സിനിമാ സംവിധായകരും അതിൻ്റെ വൈകാരികതയാൽ പ്രചോദിതരായി സ്വീകരിച്ചിട്ടുള്ള എന്തിഹ മന്മാനസേ സന്ദേഹം വളരുന്നു എന്ന കർണൻ്റെ ഒരു ആത്മവിചാരമാണിത്. കർണൻ്റെ ഒരു ആത്മഗതം, ഡ്രമാറ്റിക്
മൊണലോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഞാൻ എവിടെയാണ് ജനിച്ചത്, എൻ്റെ അച്ഛൻ ആരാണ്, എൻ്റെ അമ്മ ആരാണ്, എൻ്റെ അച്ഛൻ അതിരഥനാണോ അമ്മ രാധയാണോ, ഇതൊന്നും അറിയാതെ എൻ്റെ അച്ഛനെപ്പറ്റി അമ്മയെപ്പറ്റി ഒന്നും അറിയാതെ എൻ്റെ ഈ ജന്മം ഒടുങ്ങാനാണോ വിധി എന്ന തരത്തിലുള്ള ഒരു ആത്മവിലാപമാണ് എന്തിഹ മന്മാനസേ എന്ന കർണൻ്റെ ഈ പദം. അത് കഥകളിയെയും കടന്ന് കഥകളിയുടെ കാണികളെയും കടന്ന് വലിയ ഒരു സദസ്സിനെ ആകർഷിച്ചിട്ടുള്ള ഒരു പദമാണ്. ഇത് മലയാളമാണ്. അതിലെ വാക്കുകളെല്ലാം മിക്കതും മലയാളമാണ്. അതുകൊണ്ട് സംസ്കൃതവുമായി ബന്ധമില്ലാത്ത, ഭാഷയുമായി ബന്ധമില്ലാത്ത, മണിപ്രവാളം പോലും ദഹിക്കാൻ പ്രാപ്തിയില്ലാത്ത മലയാളിക്ക് വളരെ സുഖകരമായി ആസ്വദിക്കാവുന്ന ഒരു പദമാണ് എന്തിഹ മന്മാനസേ സന്ദേഹം വളരുന്നു എന്ന ഇന്തോളം രാഗത്തിലുള്ള ഈ പദം. അത് വിനോദ് ഇവിടെ ആലപിക്കും. അതിനുശേഷം ശിവം ശിവകരം എന്ന അതിമനോഹരമായൊരു ശ്ലോകം, കഥകളിയുമായി ബന്ധമില്ല ഇത്, പക്ഷെ പലരും കഥകളി അവസാനിക്കുന്ന സമയത്ത് പ്രശസ്ത ഗായകരൊക്കെ പാടാറുണ്ട്. ആ ഒരു ശ്ലോകം കൂടി ആലപിച്ച് ഈ കഥകളി പദക്കച്ചേരി ഇവിടെ അവസാനിക്കും. നമുക്ക് അവസാനത്തെ പദമായ എന്തിഹ മന്മാനസ എന്ന കർണൻ്റെ സാന്ദ്രമായ ആകുലമായ മാനസികാവസ്ഥ വെളിപ്പെടുത്തുന്ന ഈ പദത്തിലേക്ക് പ്രവേശിക്കാം.
മരിക്കുവാൻ കാണാതെ മരിക്കുവാൻ ആണോ ശിരോലിഖിതം शिवं शिवकरं शान्तं शिवं शिवकरं शान्तं शिवात्मानं शिवात्मानं शिवमार्ग प्रणेतारं शिवमार्ग प्रणेतारं प्रणतोऽस्मि 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 सदा प्रणतोऽस्मि सदा शिवम् വളരെ വളരെ സന്തോഷം. ഈ ഇങ്ങനൊരു സാഹിത്യ സമ്മേളനങ്ങൾ നടക്കുന്ന ഈ ഒരു വേദിയിലേക്ക് കഥകളി സംഗീതത്തെ ആനയിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട്, വിശേഷിച്ച് ശ്രീ കൽപ്പറ്റ നാരായണൻ അവർക്കോടുള്ള അഗൈതവുമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, കഥകളിയുടെ അടിസ്ഥാന സ്തൂപങ്ങൾ എന്നത് കോട്ടയത്തമ്പുരാൻ്റെ കഥകളാണ്. കോട്ടയത്തമ്പുരാൻ കൊണ്ടുവന്ന 4 കഥകളിലാണ് ഈ കഥകളി എന്ന കലാരൂപം ഇന്നും അതിശക്തമായി നിലകൊള്ളുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ വടക്കേ മലബാറിൽ കഥകളി വളരെ കഷ്ടിയാണ്. കഥകളി അവിടെ നിന്ന് കല്ലടിക്കോട്ടയ്ക്ക് വന്നു, അവിടെ നിന്ന് കല്ലുവഴിയിലേക്ക് പോയി, വള്ളുവനാടിൻ്റെ വലിയൊരു സംസ്കാരമായി മാറി. പിന്നീട് അത് കപ്ലിങ്ങാടൻ സമ്പ്രദായമായി ദക്ഷിണ കേരളത്തിലേക്ക് പോയി. വടക്കേ മലബാറിൽ കഥകളി വളരെ വരണ്ടു. പക്ഷെ അതിന് ഒരു നവോത്ഥാനം ഇവിടെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ഈ വേദികളിൽ വരുമ്പോഴൊക്കെ ഇവിടെയുള്ള ആസ്വാദകരോട്, സദസ്സിനോട്, അവരുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ കഥകളിപ്പദം എന്ന സെഷൻ അവതരിപ്പിച്ച കലാകാരന്മാർക്ക് നന്ദി രേഖപ്പെടുത്താൻ സ്വാതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, കഥകളിപദം എന്നുള്ള ഈ ഒരു സെഷൻ അതിമനോഹരമായി ഇവിടെ അവതരിപ്പിച്ച ശ്രീ വി കലാധരൻ സർ, ശ്രീ കലാമണ്ഡലം വിനോദ് സർ, ശ്രീ കലാമണ്ഡലം നിതിൻ കൃഷ്ണ എന്നിവർക്ക് എന്റെയും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.